ഇന്ന് നമ്മുടെ ഷാനിമോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു സർപ്രൈസ് കൊടുത്താലോ? ഡ്യൂട്ടി കഴിഞ്ഞ് പോയതേ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഷോപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു, ബട്ട് നടന്നില്ല ഗൈസ്. കാറിന്റെ ഫോട്ടോ എടുക്കണ പോലെ നിങ്ങൾ ഫോട്ടോ എടുത്തോണ്ടിരുന്നാൽ നമ്മളിന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഷാനിമോളോട് വരാൻ പറഞ്ഞേക്കുന്നത്. സോ അബി ഇന്ന് പുതിയ കാർ മേടിച്ചതൊന്നും ഷാനിമോൾക്ക് അറിയില്ല കേട്ടോ. പുതിയ കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. ആകെ സർപ്രൈസ്. ആക്ച്വലി ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്യൂട്ടി ആയിരുന്നു. എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് രാത്രിയാണ് നമ്മൾ ഈ സെലിബ്രേഷൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ റോഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും 10:30 അബി എത്തിയപ്പോഴത്തേനും 11 മണിയായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ഷാനിമോളോട് വരാൻ പറഞ്ഞതും അതിനുശേഷമാണ് ഈ ഡെക്കറേഷൻ ഒക്കെ ചെയ്തത് കേട്ടോ. സോ 10 മിനിറ്റാണ് ഷാനിമോൾ റെഡി ആയിട്ട് വരാൻ പറഞ്ഞേക്കുന്നത്. സോ അതിന് മുമ്പ് ഇതുപോലെ തട്ടിക്കൂട്ട് കുറച്ച് ബലൂണും ഒരു കേക്കും കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ലൈറ്റ്സുകളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ ഒരു ഡിക്കിയിൽ ഡെക്കറേഷനാണ് നമ്മൾ സർപ്രൈസ് ആയിട്ട് ഒരുക്കി വെച്ചേക്കുന്നത്. സോ റിയാക്ഷൻ കാണാം. Happy birthday to you. Happy birthday to you. Happy birthday dear Shani. Happy birthday to you. എനിക്കറിയാതെ എന്തുകൊണ്ടെന്ന് അറിയായിരുന്നു, ഇതൊന്നും വിചാരിച്ചില്ല. ഞാനിത് അറിയാതെ അതുകൊണ്ട് വിഷയാണ്ടിരുന്നപ്പോ എന്റെ അടുത്ത് അതിന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഇവനോട് ഇന്നലെ വരാൻ പറഞ്ഞതാ, പക്ഷേ ഇവൻ ടയേർഡായി. സോ ഈ ഒരു സർപ്രൈസ് ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മുതൽ ഇത്ര നേരം ഷാനിമോളെ വിഷും ചെയ്തില്ലായിരുന്നു, സ്റ്റോറി ഇട്ടിട്ടില്ലായിരുന്നു. ലൈക്ക് ഞാൻ ഇത് മറന്നുപോയി എന്ന് ഷാനിമോളെ വിശ്വസിപ്പിക്കാനുള്ള എൻ്റെ ഒരു അടവായിരുന്നു അത് കേട്ടോ. ആൻഡ് ഒരു പരിധി വരെ അത് സക്സസ്ഫുൾ ആയി. ഇതിലെല്ലാം പ്രിപ്പറേഷൻ ചെയ്ത് സെറ്റാക്കിയത് ഷാനിമോൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് UK വരുന്നതിന് മുമ്പേ നാട്ടിൽ വെച്ചിട്ട് ഒരു 3-4 ദിവസത്തെ പരിചയം മാത്രമേ ഞാനും ഷാനിമോൾ തമ്മിലുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാൻ വരും വീഡിയോകളിൽ പറയാം. സോ ഇതുപോലെ നമ്മളെ ചുറ്റുമുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് ബർത്ത്ഡേ സർപ്രൈസ് എന്ന് മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിരിക്കണം എന്നുള്ളത് എനിക്ക് എപ്പോഴും ഒരു നിർബന്ധമുള്ള കാര്യമാണ്. അത് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ചെയ്യാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് സർപ്രൈസ് കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അതിനേക്കാളും കൂടുതൽ എനിക്ക് കൂടെയുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കാനാണ് ഇഷ്ടം. സോ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ഷാനിമോൾ. ഇനിയും ഒരുപാട് ബർത്ത്ഡേ നമുക്ക് ഇതുപോലെ ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നേരെ സൗത്ത് ഹോളിലോട്ട് പാനിപൂരി കഴിക്കാൻ പോയി. പാനിപൂരി കഴിക്കാൻ പോയതല്ല, ഒരു ചായ കുടിക്കാൻ പോയതാണ്. ചായ കിട്ടിയില്ല, അതുകൊണ്ട് പാനിപൂരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ പാനിപൂരിയും റോഷനും അബിയും ചേർന്നിട്ട് സമൂസ ചാട്ട് ആണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അവസാനിച്ചു.